ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ബ്രോക്കറിൽ എങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് എങ്ങനെ ക്രിപ്റ്റോ വഴി ഡെപ്പോസിറ്റ് ചെയ്യാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ നമ്മൾ മുമ്പ് UPI വഴി എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നൊക്കെ വീഡിയോ ഇട്ടിരുന്നു, അതുപോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് പല ബ്രോക്കേഴ്സ് ഇപ്പോൾ UPI ഇഷ്യൂ വരുന്നുണ്ട്. എന്നാൽ UPI ഇഷ്യൂ ഇതുവരെ പ്രശ്നമില്ലാത്തവരുടെ വിഡ്രോയിൽ നിന്നും ഇഷ്യൂ ഇല്ലാത്ത ഒരു ബ്രോക്കറാണ് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കർ. അപ്പോൾ ആ ബ്രോക്കർ വഴി എങ്ങനെ ഡെപ്പോസിറ്റ് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതുപോലെ സെൻഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇനി ബോട്ട് ഓട്ടോമാറ്റിക് നിങ്ങളുടെ അക്കൗണ്ടിൽ ബോട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴെ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നത്, അതുവഴി നിങ്ങൾക്ക് ബോട്ടിൻ്റെ ടെസ്റ്റ് ഫയലൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാറിൽ എൻ്റെ റെഫറൽ അക്കൗണ്ട് തുടങ്ങിയവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ബോട്ടുകളും അവർക്ക് ആ ഒരു അക്കൗണ്ടിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റാറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇന്ത്യ അതുപോലെ മറ്റുള്ള എല്ലാ UAE ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു ലിങ്കാണ്. അതുപോലെ UAE-ക്കാർക്ക് വേറെ ലിങ്കുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ മൊബൈലിലാണെങ്കിലും ഈ പേജിലേക്കായിരിക്കും വരിക. ആദ്യം നിങ്ങൾ ബ്രൗസറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ സ്റ്റാറിൻ്റെ ആപ്പിൽ പോയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൺട്രി കൊടുക്കാം. കൺട്രി നമുക്ക് ഇന്ത്യ, നിങ്ങൾ ഏത് കൺട്രിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് കൊടുക്കാം. അതുപോലെ തന്നെ പ്രൊവിൻസ് കേരള. ഇമെയിൽ ID കൊടുക്കാം. അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെൻഡ് കോഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമെയിൽ IDയിലേക്ക് നമുക്ക് ഒരു കോഡ് വരും. ഓക്കെ, അതിന് ശേഷം പാസ്വേഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പാസ്വേഡ് പിന്നെ ഇൻഡിവിജ്വൽ കൊടുക്കുക. I am not a US resident. I agree to start trader എന്ന് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഏതാണോ വെരിഫിക്കേഷൻ കൊടുക്കുന്നത്, ആധാർ ആണെങ്കിൽ ആധാറുള്ള അതേപോലെ തന്നെ കൊടുക്കുക. പേര്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ചൂസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കൊടുക്കുക. റെക്കമെൻഡഡ് MT5 ആണ് കൊടുക്കുന്നത്. മെറ്റാഡർ 4 ഉണ്ട്, 5 ഉണ്ട്. മെറ്റാഡർ 5 ആണ് യൂസ് ചെയ്യുന്നത്. സ്വാപ്പ് ഫ്രീ സ്റ്റാൻഡേർഡ് STP അക്കൗണ്ട് ചൂസ് ചെയ്യാനുള്ള അക്കൗണ്ട്, അതുപോലെ തന്നെ USD അക്കൗണ്ട്. I have read an agreement കൊടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, കംപ്ലീറ്റ് റീഡ് ഓൺലി അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. ഇനി ID വെരിഫിക്കേഷന് ശേഷം ഡെപ്പോസിറ്റ് ചെയ്യണം ഏറ്റവും നല്ലത്. ID വെരിഫിക്കേഷൻ കൊടുക്കുക. ID വെരിഫിക്കേഷൻ ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് വെരിഫിക്കേഷൻ ഇത് കമ്പ്യൂട്ടറുകൊണ്ട് ഇത് തന്നെ കൊടുക്കാൻ വേണമെങ്കിൽ ഞാൻ കണ്ടിന്യൂ ഓൺ ഫോണാണ് കൊടുക്കുന്നത്. കണ്ടിന്യൂ ഓൺ ഫോൺ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു QR നമ്മുടെ മൊബൈലിൽ എന്ത് ചെയ്യാം, ഈ മൊബൈലിൽ നമ്മൾ QR ഇവിടെ നമുക്കൊരു ലിങ്ക് വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് വെരിഫിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആൾ അതർ കൺട്രീസ് എക്സെപ്റ്റ് ഇത് ബിലോ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അതിൽ ഫസ്റ്റത്തെ കൊടുക്കുക. നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്തെല്ലാമാണ് നമ്മുടെ IDയിലുള്ളത് അത് കറക്റ്റായിട്ട് കൊടുക്കുക. മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇന്ത്യ, ഡേറ്റ് ഓഫ് ബർത്ത്, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏതാണ് കൊടുക്കുന്നത്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ് കൊടുക്കുക. ഞാൻ ആധാർ കാർഡ് കൊടുക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത ശേഷം നമുക്ക് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ചൂസ് ഫ്രം ഡിവൈസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ക്യാമറ കൊടുക്കാൻ പറ്റും. ഓക്കെ കൊടുക്കാം.
ഇനി ബാക്ക് സൈഡ് നമ്മളെടുക്കുക. ബാക്ക് സൈഡ് അതുപോലെ തന്നെ നമ്മളെടുക്കാം. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും അപ്ലോഡ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഇഷ്യൂ എന്നുള്ളത് വെച്ചത് അപ്ലോഡ് ഫോട്ടോ ഓഫ് ആൻ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് യുവർ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യണം, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളൊരു ID പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ആധാർ കാർഡ് കൊടുത്തിരുന്നത്. ഇനി ഞാൻ പാൻ കാർഡാണ് കൊടുക്കുന്നത്. ഓക്കെ, പാൻ കാർഡ് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റിൽ പാൻ കാർഡ് കൊടുക്കുക. പാൻ കാർഡ് കണ്ടിന്യൂ. അതിനുശേഷം ഫ്രണ്ട് സൈഡ് ഓക്കെ കൊടുക്കുന്നു. ബാക്ക് സൈഡ് അതുപോലെ തന്നെ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇനി കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ വെരിഫൈ യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളത് നമുക്കിങ്ങനെ ഒരു ഇത് വരും. അത് മൊബൈലിലും വരും, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലും അത് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കമ്പ്യൂട്ടറിൽ ഇത് കഴിഞ്ഞ് നമ്മൾ യുവർ പ്രൊഫൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട. റിജക്ഷൻ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഇതിൽ ഡോക്യുമെൻറ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് റിജക്ഷൻ വരും. അല്ലെങ്കിൽ അവിടെ വേറൊരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് റെഡിയായി. ഇനി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഇതിൽ ഓപ്പൺ ആൻ അക്കൗണ്ട്, ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് USD അക്കൗണ്ട് ഉണ്ട്. ഞാനിതിൽ ഒരു സെൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് അക്കൗണ്ടുകൾ ഇനിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ലൈവ് അക്കൗണ്ട് തന്നെയാണ്, റെക്കമെൻഡ് MT5 തന്നെയാണ്. സ്റ്റാൻഡേർഡ് STP ഉണ്ട്, സെൻഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ സെൻഡ് സ്വാപ്പ് ഫ്രീ എന്ന് പറഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടാണ്, സെൻഡിലുള്ള അക്കൗണ്ടാണ് എടുക്കുന്നത്. ഈച്ച് ക്ലയൻറ്റ് മേ ഓർഡർ മാക്സിമം 5 സെൻഡ് അക്കൗണ്ട്, 5 സെൻഡ് അക്കൗണ്ട് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാപ്പ് ഫ്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്യുന്നതിന് നമുക്ക് എമൗണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സെൻഡ് സ്വാപ്പ് ഫ്രീ എടുത്തിട്ടുണ്ട്. USD അക്കൗണ്ടാണ്. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും നോട്ട്സുകൾ ഇവിടെ നമുക്ക് അതിന് ഒരു പേര് കൊടുക്കണമെങ്കിൽ പേര് കൊടുക്കാം. ഞാനിവിടെ ബോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാവുന്നുണ്ട്. നമ്മൾ സ്കാൽപ്പർ ബോട്ട് അക്കൗണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് USD സെലക്ട് ചെയ്യണം. അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഇല്ല. ഇപ്പോൾ ഓപ്പൺ അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളൊരു സാധാ നമ്മുടെ USD അക്കൗണ്ട് ഉണ്ട്. അതോടുകൂടി തന്നെ നമുക്കൊരു ഇവിടെ പ്രോസസ്സിങ്ങിലൊരു SC അക്കൗണ്ടും കാണാം, USD അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രോസസ്സാവാൻ കുറച്ച് സമയം പിടിക്കും. അതിന് ശേഷമാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇതിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. നമുക്ക് USD അക്കൗണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. ഇവിടെ ഈ ഒരു ഇതിൽ ആക്റ്റീവായിട്ടുള്ള അക്കൗണ്ട് ഉണ്ട്, അതിൽ ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് ഈ ഒരു സെൻഡ് അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്കും ഡെപ്പോസിറ്റ് ചെയ്യാം. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വഴിയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ചോദിക്കും. അതുവഴി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇവിടെ ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എമൗണ്ട് കൊടുക്കാം, വൗച്ചർ കൊടുക്കുക, റിബേറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സെൻഡ് അക്കൗണ്ട് എന്തായി, സെൻഡ് അക്കൗണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ USC അക്കൗണ്ട് ഉണ്ട്, അതുപോലെ USD അക്കൗണ്ട് ഉണ്ട്. USD അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം. USC ആണെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് അക്കൗണ്ടിലേക്ക് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ 100 USD ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 10,000 സെൻറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോട്ടുകളൊക്കെ റൺ ചെയ്യിക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ബോട്ട് ചെയ്ത് വെക്കുക. USD അക്കൗണ്ടിനെക്കാട്ടിലും ഫസ്റ്റ് നമ്മൾ ബോട്ടൊക്കെ റൺ ചെയ്യിക്കുമ്പോൾ സെൻഡ് അക്കൗണ്ടാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ 10,000 ഞാനിവിടെ പറഞ്ഞു. 100 ഇവിടെ $30 മിനിമം. ഞാൻ 10,000 സെൻറ്റാണ്. 10,000 സെൻറ്റ് പറഞ്ഞാൽ ഏകദേശം 100 USD. അതിനുശേഷം നമുക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ക്രിപ്റ്റോ കറൻസി നമുക്ക് UPI വഴി ഉപയോഗിക്കാം. ഞാൻ UPI വഴിയല്ല ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. UPI വഴി ഞാൻ മുമ്പ് ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഞാൻ ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് USDT BP20 ഉണ്ട്. USDT BP20 ചെയ്യാം, അല്ലെങ്കിൽ USDT TRC20 ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ സാധാരണയായിട്ട് USDT BP20 ചെയ്യലുണ്ട്.
അതുപോലെ TRC20. അപ്പോൾ USDT BEP20 ആണ് ചെയ്യുന്നത്. അത് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഡെപ്പോസിറ്റ് അഡ്രസ്സ് കിട്ടും. നമ്മൾ ഈ ഡെപ്പോസിറ്റ് അഡ്രസ്സ് നമ്മുടെ ബൈനാൻസ് പോവാം. നമ്മൾ ബൈനാൻസ് ഓപ്പൺ ചെയ്തു. അസറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോവാം. അസറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ സെൻഡ് ടു ബൈനാൻസ് യൂസേഴ്സ് ഇതിൽ കൊടുക്കേണ്ടത് നമ്മൾ സെൻഡ് ടു വിഡ്രോ ക്രിപ്റ്റോ എന്നുള്ള ഇതാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ USDT ആണ് കൊടുക്കേണ്ടത്. USDTയിൽ പോവാം. ശേഷം നമ്മൾ ഈ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുക. അതിനുശേഷം നെറ്റ്വർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന BEP20 തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ 100 USD ആണ് ആക്കുന്നത്. 100.01 കൊടുത്താൽ 100 USD വരുന്നുള്ളൂ. 0.01 USDT നമുക്ക് നെറ്റ്വർക്ക് ഫീ ആയിട്ടാണ് വരിക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വിഡ്രോ എന്നുള്ളത് കൊടുക്കുക. BEP20 ഓക്കെ, വിഡ്രോ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഒതൻറ്റിക്കേഷൻ കൺഫേം കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അതുപോലെ തന്നെ പേന കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് 10,000 USD നമ്മുടെ അക്കൗണ്ടിൽ കയറിയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അക്കൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ ചെറിയ സമയം പിടിക്കും. ഇപ്പോൾ ബൈനാൻസ് വഴി നമ്മൾ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രോസസ്സിങ്ങിലാണ്. ഓക്കെ, 10,000 USD നമ്മൾ 100 USD ആണ് നമ്മളെ ബൈനാൻസിൽ നിന്ന് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അതുപോലെ ഫണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രോസസ്സിങ്ങിലാണ് ആ ഒരു അക്കൗണ്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് മിനിമം 30 USD മുതൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് USD അക്കൗണ്ടിലേക്കും ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഡെപ്പോസിറ്റ് പോയിട്ട് നമ്മൾ അക്കൗണ്ട് കൊടുക്കുക. ഇത് USD അക്കൗണ്ടാണ്, USD എടുക്കുക. അതിനുശേഷം നമ്മൾ മിനിമം 30 മുതൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്ത ശേഷം സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ആ നെറ്റ്വർക്ക് മാറരുതെന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 100 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന, അപ്പോൾ നമ്മൾ UPI ആണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കാം. അതുപോലെ തന്നെ ലോക്കൽ ബാങ്ക് ആണെങ്കിൽ നമുക്ക് UPI കൊടുക്കാം. UPI വഴി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുതെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പ്രോസസ്സിങ്ങിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് അക്കൗണ്ടിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സമയം അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം കുറച്ച് സമയം പിടിക്കായിരിക്കും, 1 ഹവറിൻ്റെ ഉള്ളിൽ പിടിക്കായിരിക്കും ചില സമയങ്ങളിൽ. അപ്പോൾ അതിന് ശേഷമായിരിക്കും പിന്നെ ഇതിൽ അക്കൗണ്ടിലേക്ക് മാറുക, അല്ലെങ്കിൽ ഓക്കെ അപ്രൂവ് ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.